അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളെ എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. ഇത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂവെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഒന്നാം പ്രതി വഴക്ക് പറഞ്ഞതിന്റെ പേരിലാണ് മരണം നടന്നതെന്ന പോലീസിന്റെ മൊഴിയും മാനസിക രോഗിയാക്കി മാറ്റാനുള്ള പ്രതികളുടെ വ്യഗ്രതയും അന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കമായി കരുതുന്നതായും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതൊന്നും അന്വേഷണ വിധേയമാക്കാൻ പോലീസ് തയ്യാറാകാത്തത് സംശയമുണ്ടാക്കുന്നതാണെന്നും ഫോൺ പരിശോധനകൾ കൃത്യമായി നടത്താത്തതും നാലാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനും പോലീസ് കാലതാമസം വരുത്തുന്നുണ്ട്. ഈ സംശയം നിലനിൽക്കുന്നതുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരത്തിലേക്ക് ആക്ഷൻ കൗൺസിൽ എത്തിച്ചേർന്നത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ NK ശശികുമാർ, കൺവീനർ ശാന്തി പ്രഭാത, അംഗങ്ങളായ ആര്യ സബിൻ, പ്രിൻസ് നീറിക്കാട്, അശോക് AR, ജിസ്മോളുടെ പിതാവ് PK തോമസ്, രാജു ആലപ്പാട്ട് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. നമ്മളെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 84 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ജനപ്രതിനിധികളായ ഞങ്ങളും നാട്ടുകാർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുത്തരം നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നെങ്കിൽ മാത്രമേ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈ കേസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ പല സംശയങ്ങൾക്കും പൊതുസമൂഹത്തിൻ്റെ സംശയങ്ങൾക്കും ഉത്തരം നൽകുവാൻ ഈ അന്വേഷണത്തിന് സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ അന്വേഷണം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ആരംഭിച്ചത്. ഇത് വെറും ഒരു മരണമായി ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന ഈ വ്യക്തിയും 2 കുട്ടികളും അഡ്വക്കേറ്റ് ജിസ്മോളുടെ എന്താണ് സ്ഥിതി എന്ന് അറിയാവുന്ന നാട്ടുകാരും അവരുടെ കുടുംബക്കാരും ജനങ്ങളുമെല്ലാം ഈ കേസിൽ എന്താണ് ആ കേസിൻ്റെ പുരോഗതിയെന്നും ജിസ്മോളുടെ അവസ്ഥ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ്. നമ്മുടെ നാട്ടിൽ നടക്കപ്പെടുന്ന ഓരോ ക്രൈം കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തതകൾ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്തുന്ന നമ്മുടെ കേരള പോലീസ് നമുക്ക് എന്നും ഒരു അഭിമാനകരമായിരുന്നു. കാരണം ഏത് കേസ് വന്നാലും നമുക്കറിയാം മണിക്കൂറുകൾക്കുള്ളിൽ അവർ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും കൃത്യമായിട്ട് അതിനുള്ള ആക്ഷൻ ചെയ്യുകയും ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നമ്മളേറെ ബഹുമാനിച്ചിരുന്ന നമ്മുടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഏറ്റുമാനൂർ നടന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്ര മൗനത പാലിക്കുന്നു എന്നറിയില്ല, എന്തുകൊണ്ടാണ് ഇത്ര മന്ദഗതി എന്നറിയില്ല. ശേഖരിക്കാമായിരുന്ന പല തെളിവുകളും വേണ്ട സമയത്ത് ശേഖരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്തതും. ഈ കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്വേഷണം കൃത്യവും കാര്യക്ഷമവുമായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്നും പലർക്കും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. വിദേശത്തേക്ക് പോയ കുറ്റാരോപിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഏറ്റുമാനൂർ SHO AS അൻസൽ പറഞ്ഞു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജിമ്മിയും അതുപോലെ ജിമ്മിയുടെ ഫാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തതാണ്. ജിമ്മിയുടെ മദറിന് കോടതി ജാമ്യം കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ജിമ്മിയുടെ പ്രതിയായിട്ടുള്ള ജിമ്മിയുടെ പതിനോർക്ക് ലുക്കൌട്ട് സർക്കുലർ എന്നുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ കൃത്യവും കാര്യക്ഷമമായിട്ട് തന്നെയാണ് പോകുന്നത്. പേരൂർ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോലീസ് സ്റ്റേഷൻ റോഡിൽ പോലീസ് തടഞ്ഞു. ഇതിനെ തുടർന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇവിടെ പ്രതിഷേധ യോഗം ചേർന്നു. പോലീസ് ഇത് സംബന്ധിച്ച് നിയമാനുസൃത നടപടിയും സ്വീകരിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.